Hello everyone, this is me Nia and you are watching Nia Diaries. Welcome to my YouTube channel. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ പെരുന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ എൻ്റെ പെരുന്നാളിൻ്റെ വീഡിയോ ഒന്നായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സും പഠിത്തവും ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാൻ കരുതി ഒരു ശനി ഞായറൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാൻ മാത്രമല്ല ഒരു അടിപൊളി ദിവസം തന്നെ ആയിരിക്കും. നമുക്ക് മാക്സിമം അത് നമ്മൾ ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കും. സോ അതുപോലത്തെ ഒരു ദിവസമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കൈ നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു വികാരമാണ് ഗൈസ് മൈലാഞ്ചി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് പെരുന്നാൾ ദിവസം രാവിലെ കുറച്ചധികം പണി ഉണ്ടാവില്ലേ. മെയിനായിട്ട് കിച്ചണിലായിരിക്കും നമുക്ക് അന്നത്തെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. തക്കാളി, ചെറുള്ളി, വല്ലുള്ളി ആൻഡ് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് സെറ്റാക്കി എടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഡ്യൂട്ടി അങ്ങ് ക്ലിയറായി ചെയ്തിട്ടുണ്ട്. ഒരു 7:30 സമയമായപ്പോൾ വാപ്പച്ച പിന്നെ പള്ളിക്കൊക്കെ പോയി. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറി എല്ലാവരും കൂടെ അങ്ങോട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കാമെന്ന് കരുതി. അപ്പം അതിനായിട്ടുള്ള മസാല ഒക്കെ റെഡിയാക്കാണ് നമ്മൾ ആദ്യം. അപ്പോൾ നമുക്ക് ഈ സ്കിൻ കെയർ ചെയ്യാം. ഞാനങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ നമുക്ക് ഒന്നിക്കെട്ടി പോകാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുട്ടുന്ന മൊത്തം. അപ്പോൾ സാധാരണ അലോവേരയാണ് തേക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി കൂടി കരുതി. സോ നമ്മൾ ടൊമാറ്റോ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് കരുതിയിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് റിസൾട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ്സും അതേപോലെ തന്നെ ഒരു ഗ്ലോയും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു 5 മിനിറ്റ് മാത്രം. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ കോളേജിലോട്ട് തന്നെ തിരിച്ചു വരും. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ റെഡി ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആവണം. സോ നമുക്ക് റെഡി ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ഓഫ് റെഡി ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, മാഷാഅല്ലാ നമ്മളങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി പിക്സ് എടുക്കണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. നമുക്ക് പോവാം. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ചടങ്ങിലോട്ടാണ് കടന്നിട്ടുണ്ട്. പിക്സ് എടുക്കുക എന്നുള്ളത്. ഞാനും അനിയത്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പിക്സ് എടുത്ത് നിൽക്കായിരുന്നു. അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ റെഡി ആയി നിൽക്കുകയാണ്. ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇനി നമുക്ക് നേരെ തറവാട്ടിക്ക് പോകേണ്ടി കേട്ടോ. അപ്പോൾ തറവാട്ടിക്ക് പോകാൻ നിൽക്കുകയാണ്. തറവാട്ടിൽ പോയി ഉമ്മമാനെയും അതേപോലെ തന്നെ ആപ്പാരെയും കസിൻസിനെയും എല്ലാവരും കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ തറവാട്ടൊക്കെ പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ചെച്ചിയാപ്പ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. ചെച്ചിയാപ്പ മീൻസ് എൻ്റെ വാപ്പച്ചൻ്റെ അനിയനാട്ടോ, അങ്ങനെ വിളിക്കാറ്. അപ്പോൾ എല്ലാം കൊല്ലം പോകാറുണ്ട്. ഉമ്മമാനെ എല്ലാവരെയും കാണാൻ പോകാറുണ്ട്. ഹലോ പറ. അഞ്ചിന്റെ ചാനൽ കാണാറുണ്ടോ? എന്റെ വീഡിയോസ് കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. എന്താ കാണാത്തെ? അനു ഈദ് മുബാറക്കിന് പറ. അനു ഈദ് മുബാറക്കിന് പറ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മൂത്താണ് ഞാനെന്ന് വെച്ചാൽ. അപ്പോൾ ഓരോ കുട്ടികളൊക്കെ എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. ഒരു ഫോട്ടോ എടുക്കുന്ന അങ്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ നമ്മൾ കസിൻസിനെയും മമ്മാനെയും ആപ്പാനെയും ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ പോവാണ്. പിന്നെ വാപ്പച്ച കൊണ്ടുവരാൻ വന്നു. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെയൊക്കെ എത്തിയപ്പോൾ ഉമ്മ ചിക്കനൊക്കെ പൊരിക്കായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ ചിക്കൻ ചില്ലിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേഗം പോയി ഫുഡ് കഴിക്കാം. പിന്നെ ഒരു ഈവനിങ് സമയമായപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാം കൊല്ലം പോകാറുണ്ട് ഈവനിങ്. പെരുന്നാൾ കഴിഞ്ഞ് ആ ദിവസം തന്നെ ഈവനിങ് നമ്മൾ നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോയിൽ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പെരുന്നാളും വരുന്നതാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ ഈവനിങ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ വരും. പിന്നെ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം വന്നിട്ട് ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പെരുന്നാൾ ദിവസം എന്നൊക്കെ പറയാൻ. അപ്പോൾ വല്ലാത്തൊരു സന്തോഷ ദിവസമായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണ്. പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ സ്ട്രെസ്സില്ല, ടെൻഷനില്ല, പീസ്ഫുൾ ആയിട്ടോട്ടെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പെരുന്നാൾ ദിവസം എങ്ങനെ ഉണ്ടാകുമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും മിക്കവാറും ഒരു 2 or 3 days ഒക്കെ കഴിയും. പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെ ആയാലും നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ദിസ് ഈസ് മിനിയ. താങ്ക്സ് ഫോർ വാച്ചിങ്.